അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വളരെ വലിയൊരു സന്തോഷം പങ്കുവെക്കാനാണ് വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ. ഒരു ഉമ്മയും അവരുടെ മകളും കൂടി വന്നിട്ട് സങ്കടം വന്ന് പറഞ്ഞത് ഒരു കൗൺസിലിങ്ങിന് വന്നതാണ്. അവരുടെ പ്രധാന സങ്കടം എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ പോവുകയാണ്. ആ വിവാഹം കഴിക്കുന്നതിന് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ട് ഇവർക്ക് കുട്ടികളില്ലാത്തതിന് ആദ്യം ഇവർ തീരുമാനിച്ച ഈ പെൺകുട്ടി പഠിക്കണ സമയത്ത് എന്തോ ഡിഗ്രിക്ക് പഠിക്കണ സമയത്താണ് കല്യാണം. അപ്പം അന്നൊരു PG ഒക്കെ കഴിഞ്ഞിട്ട് മതി കുട്ടികൾ എന്നുള്ളൊരു ധാരണ ഭർത്താവ് മുന്നോട്ട് വെച്ചു. ഈ ഭാര്യയെ സംബന്ധിച്ച്, ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞാൽ ഒരു കുട്ടികളാവുക, അങ്ങനെ ഒരു ഹാപ്പിനെസ് ആയിട്ട് പോകണം എന്നാണ് ആഗ്രഹം. അങ്ങനെ വലിയ പഠിപ്പായിട്ട് ജോലിക്ക് പോകണം എന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. അവരൊരു ഭർത്താവിൻ്റെ നല്ലൊരു ഭാര്യയായി കുടുംബിനിയായിട്ട് ഒരു കുടുംബത്തിൽ നല്ല സന്തോഷമായിട്ട്, ഭർത്താവ് ഗൾഫിലാണ്, അയക്കുന്ന കാശ് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക, അങ്ങനെയാണ് അവർ സ്വപ്നം കണ്ടത്. പക്ഷെ ഭർത്താവ് അങ്ങനെയല്ല. നന്നായിട്ട് പഠിക്കണം, ജോലി വാങ്ങണം, സ്വന്തമായിട്ടൊരു കരിയർ ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നല്ല പോസിറ്റീവ് വൈബുള്ള ഒരു ഭർത്താവ്. പക്ഷേ അപ്പം അന്ന് ഈ ഭർത്താവ് പറഞ്ഞു, നമുക്കിപ്പോൾ കുട്ടികൾ വേണ്ട, നിൻ്റെ PG ഒക്കെ കഴിയട്ടെ, പഠനത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് തടസ്സം നിന്നു. അങ്ങനെ ഒരു PG ഒക്കെ കഴിയുന്ന സമയത്ത് ഇവർ കുട്ടികളാവാൻ നോക്കുമ്പോൾ ഇവർക്ക് കുട്ടികളാവുന്നില്ല. അപ്പോൾ ഈ അമ്മായിമ്മ അങ്ങനെ ഇടക്കിടക്ക് ചോദിക്കുമ്പോൾ, എന്താണ് ഈ കുട്ടികളില്ലല്ലോ, നീ എന്താ പ്രസവിക്കാത്തത്? മകൻ തന്നെ പറയലും, ഉമ്മ ഉള്ള പഠിപ്പ് കഴിയട്ടെ. അപ്പം ഉമ്മ അങ്ങനെ ചീത്ത പറയും, പഠിപ്പ് കഴിയാൻ കാത്തുക്കണ്ട, ഇതൊക്കെ അള്ള തരുന്ന സാധനങ്ങളാണ്, ഇതൊക്കെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചാൽ പിന്നെ ഇത് കിട്ടലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഉമ്മ ഒരു പരമ്പരാഗത വർത്താനം പറയലുണ്ട്. അങ്ങനെ ഈ പഠനങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊരു കുട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവർക്ക് കുഞ്ഞുങ്ങൾ ജനിക്കാതായ സമയത്ത് ഇവരൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാരെ കണ്ടപ്പോൾ ഈ പെണ്ണിന് ചില പ്രശ്നങ്ങളുണ്ട്, കുട്ടികളില്ലാതിരിക്കുന്ന ചില പ്രശ്നങ്ങളുള്ളത് ഈ സ്ത്രീക്കാണ്. കുറേ ചികിത്സകളൊക്കെ നടത്തിയെങ്കിലും സത്യം പറഞ്ഞാൽ ആ ചികിത്സകളൊന്നും ഫലം കണ്ടില്ല. കുറേ നേർച്ചകൾ നേർന്നു, അതിനും ഫലം കണ്ടില്ല. തീരെ ഒരു കുഞ്ഞ് ജനിക്കുക എന്നൊരു ആഗ്രഹം ഇവർക്ക് സഫലമാവണില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കുള്ളൊരു പ്രയാസമാണ്, ഭർത്താവിനോ ഭാര്യക്കോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അതുകൊണ്ടാവാം കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ രണ്ടുപേരും ഓക്കെയാണ്. പക്ഷെ എന്നിട്ടും അള്ളാഹു നൽകുന്ന ഈ സമ്മാനം അവർക്ക് അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഇത് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ആ കൂട്ടത്തിൽ ഒരാളായിട്ട് മാറിയാൽ ഈ ഒരു പെൺകുട്ടി, ലുബാന എന്ന് പേരുള്ള ഈ ഒരു പെൺകുട്ടി. അങ്ങനെ ഭർത്താവിൻ്റെ ഉമ്മയുടെ സ്വഭാവമാണ് ഇവരുടെ ജീവിതം മാറ്റിമറിച്ചത്. ഭർത്താവിൻ്റെ ഉമ്മ പറഞ്ഞു, നീ ഇങ്ങനെയാണെങ്കിൽ അവളുടെ ചികിത്സ നടത്തിയിട്ട് ശരിയാവണില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ സമ്മതത്തോട് കൂടി ഒരു കല്യാണം കഴിക്കുക. ആ കല്യാണം കഴിച്ച് നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞ് വേണ്ടേ, നിനക്കൊരു പിൻതലമുറ വേണ്ടേ, അവൾ ഒരിക്കലും ഒഴിവാക്കിയിട്ട് ചെയ്യരുത്, അവരുടെ സമ്മതത്തോടു കൂടി ചെയ്യണമെന്ന് വേണ്ടി ഇവരതിനെ സമ്മതിപ്പിക്കുകയാണ്. നാത്തുമാർ അങ്ങനെ പല അവരെ സ്വാധീനിപ്പിക്കാൻ കഴിയുന്ന ചില ആളുകളെ കൊണ്ടൊക്കെ സംസാരിക്കും. എല്ലാവരും പറയുന്നൊരു പോയിന്റ് എത്തുന്നത് എവിടേക്കാണ്, നിനക്കൊരു കുറവുണ്ടാവില്ല, സന്തോഷമായിട്ട് കഴിയാം, പ്രശ്നങ്ങളൊന്നുമില്ല, ചെലവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും, പിന്നെ അവനക്കും ഒരാഗ്രഹം ഉണ്ടാവില്ലേ ഒരു കുഞ്ഞിനെ കിട്ടണം എന്നുള്ളത്, നിനക്കും ഒരാഗ്രഹമില്ലേ, നിനക്കും ആ കുഞ്ഞിനെ നോക്കാലോ. ഇവളിങ്ങനെ ആലോചിച്ചപ്പോൾ ഇവള് വീട്ടിൽ ഉമ്മാടുപ്പാടും പറഞ്ഞപ്പോൾ ഉമ്മ ഇത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. സ്വന്തം മകൾ ഒരു രണ്ടാം ഭാര്യയായിട്ട് മാറുക. അങ്ങനെ ഈ പെണ്ണ് മാനസികമായിട്ടാകെ തകരാറിലായി. അങ്ങനൊരു പ്രയാസമായിട്ടാണ് അവർ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഭർത്താവാണെങ്കിൽ ഇതിന് ഓക്കെയാണ്, രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ. ഉമ്മയും വീട്ടുകാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ അയാൾ ചെയ്യാം, ഒരു ഉമ്മാൻ്റെ മകൻ, അതായത് സ്വന്തമായിട്ടൊരു അഭിപ്രായങ്ങളൊന്നും ഇല്ല, ഉമ്മ പറയണത് അങ്ങനെ വിഴുങ്ങി കേൾക്കാം. അങ്ങനെ പ്രയാസമായിട്ടാണ് ഈ ഉമ്മയും മകളും എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു പ്രശ്നത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വേറെ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് അകൽച്ചയിലാണ്. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. മൂപ്പര് വേറെ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ എനിക്കെങ്ങനെയാണ് ആ വീട്ടിൽ നിൽക്കാൻ കഴിയുക? ലുബാന ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എൻ്റെ ഭർത്താവ് മജീദ് എന്ന പേരൊരാളും വേറൊരു വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരവസ്ഥ, പടച്ചറബേ ഒരു പെണ്ണിനും ഈ സാഹചര്യങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ആദ്യം നിങ്ങൾക്ക് കുട്ടികളുണ്ടായ പ്രശ്നമുണ്ടോ എന്ന് വെച്ചു. കുട്ടികളുണ്ടായ അൽഹംദുലില്ലാ, സന്തോഷമല്ലേ, എൻ്റെ ഭർത്താവിൻ്റെ മനസ്സ് മാറും എന്നാണ് ഈ ഭാര്യ പറയുന്നത്. എങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങളെ ഭർത്താവിനായിട്ടൊന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഞാൻ ചിലപ്പോൾ മനസ്സിന് സമാധാനം കിട്ടാവും, ചില തെറാപ്പികളൊക്കെ കൊടുത്തു. അങ്ങനെ അവർ പോയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ഭർത്താവുമായിട്ട് വന്നു. ഭർത്താവിൻ്റെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രധാന ലക്ഷ്യം ഒരു കുഞ്ഞുങ്ങളുണ്ടാവും. കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് ഫാമിലീസ് ഉണ്ടാവും. ഞാൻ അവർക്കൊരു മരുന്ന് പറഞ്ഞു കൊടുത്തു. മാഷാ അല്ലാഹ്, എൻ്റെ ഗുരുനാഥൻ എനിക്ക് സമ്മാനിച്ചൊരു മരുന്ന്, ഒരു കടല മിഠായിയുടെ ഒരു മരുന്നുണ്ട്. മാഷാ അല്ലാഹ്, ഞാൻ ആ സന്തോഷം പങ്കുവെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു മരുന്ന് കഴിച്ചിട്ട് അവർ ഗർഭിണിയായി എന്ന് മാത്രമല്ല, ആ അതിൻ്റെ കൂടെ മരുന്നും കുറച്ച് കാര്യങ്ങളും ഉണ്ട് കേട്ടോ. വെറും ഒരു കടല മിഠായി കഴിച്ചത് കൊണ്ട് ഉണ്ടാകുന്ന സംഭവമല്ല. അപ്പം ഞാനത് പറയാൻ കാരണം, ആർക്കെങ്കിലും ഇത്തരം പ്രയാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ നിരാശനാവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ചികിത്സ പോയി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചികിത്സ ഇന്നാളടുത്താവും വെച്ചിട്ടുണ്ടാവാം.
ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മുടെ രോഗത്തിൻ്റെ ശിഫ ഇന്ന ഡോക്ടറുടെ അടുത്താണെങ്കിൽ ആ ഡോക്ടറുടെ അടുത്ത് പോയാലേ ആ ശിഫ കുത്തുള്ളൂ. അപ്പോൾ അവരിൻ്റെ അടുത്ത് വന്നു, ഞാൻ അവർക്ക് പ്രധാനമായിട്ടൊരു മാനസിക ഐക്യം ഉണ്ടാവുക, സ്നേഹം ഉണ്ടാവുക. ഇതാണ് ഞാൻ ഫസ്റ്റ് തെറാപ്പിയിൽ ചെയ്തത്. അങ്ങനെ ഇവർ 1ഉം 2ഉം സിറ്റിങ്ങിന് അവർ വന്നു. അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, ഈ കല്യാണം കഴിക്കാൻ വേണ്ടി വെമ്പി നടക്കുന്നത്, ഉമ്മയുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ 1ഉം 2ഉം കൗൺസിലിങ്ങിൽ ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തു, പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അയാളെ നല്ലൊരു ഭാര്യയും ഭർത്താവും ആക്കി മാറ്റിയിട്ട് 2 കൗൺസിലിംഗ് കഴിഞ്ഞ് 3ാമത്തെ കൗൺസിലിങ്ങിലാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള ഒരു കുഞ്ഞ് ജനിക്കാനുള്ള ഈ മരുന്നുകളും കാര്യങ്ങളും ഞാൻ കൊടുത്തത്. ആ ഒരു മരുന്ന് ഞാൻ കൊടുത്ത സമയത്ത് മാഷാ അല്ലാ ഇവർ എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ വലിയൊരു സന്തോഷമാണ്. കാരണം ഇതെൻ്റെ ഒരു കഴിവല്ല, എൻ്റെ ഗുരു സമ്മാനിച്ച ആ ഒരു മരുന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അതിലൂടെ അള്ളാഹു നൽകിയ ഔദാര്യം, അല്ലാതെ എൻ്റെ കയ്യിലൊന്നുമില്ല. അങ്ങനെ അവർ ഗർഭിണിയാകുമ്പോഴും അവരെൻ്റെ അടുത്ത് വന്നിട്ട് സന്തോഷങ്ങൾ പങ്കുവെച്ചു, മധുരങ്ങൾ കൊണ്ടുവന്നു. ഇന്ന് ആ ഒരു അമ്മായിമ്മനോട് ഈ ഒരു മകൻ പറഞ്ഞു കൊടുത്തു, സ്വന്തം ഉമ്മയോട് ആ മകൻ പറഞ്ഞു കൊടുത്തു, ഞാൻ എൻ്റെ ഭാര്യയെ എങ്ങാനും ഒഴിവാക്കിയിരുന്നെങ്കിൽ അവൾക്ക് ഇന്ന് ഗർഭിണിയാണ്, അവർ പ്രസവിച്ചു, നല്ല അടിപൊളി ഒരു പെൺകുട്ടി, മാഷാ അല്ലാഹ്. ആ സന്തോഷം കഴിഞ്ഞ ദിവസം പങ്കുവെച്ചിട്ട് അവരെന്നോട് ആ ലുബാനയും മജീദും പങ്കുവെച്ച അനുഭവമാണ്. സാർ ഇനി ധൈര്യമായിട്ട് ഇതൊരു വീഡിയോയിൽ പറയണം, ഞങ്ങളുടെ അനുഭവം പറയണം. കാരണം ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു പെൺകുഞ്ഞ് ലഭിച്ചിരിക്കുന്നു. മാഷാ അല്ലാഹ്, ഒരു വലിയ സന്തോഷം അവർ പങ്കുവെച്ചു എന്ന് മാത്രമല്ല, അവരായിട്ട് ഈ വീഡിയോയിൽ വരാത്തത് ഒന്നുകിൽ ഞാൻ അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർ വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വരണം. അതിനേക്കാളും സൗകര്യം വിശദാംശങ്ങളൊക്കെ അറിയുന്ന ഞാൻ തന്നെ അത് പങ്കുവെക്കലാണല്ലോ. അതേപോലെ തന്നെ വേറൊരു കൂട്ടക്കാരും ഇതേപോലെ അടുത്ത് വന്നിരുന്നു. അവർക്കും പ്രശ്നം ഇതന്നെയാണ്, വർഷങ്ങളായിട്ട് കുട്ടികളില്ല. അത് ഭാര്യയ്ക്കും ഭർത്താവിനും പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, പക്ഷേ കുട്ടികളുണ്ടാവണില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഭാര്യ ഭർത്തൃ പ്രശ്നങ്ങൾ, കുറേ സ്നേഹമില്ലായ്മയും കുറേ പ്രയാസങ്ങളതുകൊണ്ട് ഒരു മനസ്സറിഞ്ഞൊരു കിടപ്പറ അവസ്ഥ അവർക്ക് ഉണ്ടാവലില്ല. അപ്പോൾ ആദ്യം വേണ്ടത് അതാണ്. നമുക്ക് വേറെയുള്ള ഏതെങ്കിലും സ്ത്രീകളെ കാണുമ്പോഴോ അല്ലെങ്കിൽ സിനിമ നടിമാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ നല്ല സെക്സി ലുക്കുള്ള ആളുകളെ കാണുമ്പോഴൊക്കെ ലൈംഗിക ആകർഷണത്തെ ഉണ്ടാകും. അത് സ്വന്തം ഭാര്യയിൽ എന്താണ് സംഭവിക്കാതെന്ന് വെച്ചാൽ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമില്ല, ആകർഷിക്കപ്പെടാവുന്ന ഘടകങ്ങളില്ല. അപ്പോൾ അതൊക്കെ പരിശോധിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ട് അവർക്കും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ സന്തോഷമുള്ളൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ എനിക്ക് അവരെന്നോട് നിർബന്ധിപ്പിച്ചതാണ്, ലുബാന സാർ ഇത് പറഞ്ഞോളൂ. കാരണം അത്രയും സന്തോഷങ്ങൾ ഞാൻ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്ന ഒരാളടുത്ത് ഈ ഗർഭിണിയാവാത്തൊരു പ്രശ്നത്തിനൊന്നും ഞാൻ അങ്ങനെ സാധാരണ ഞാൻ ഇപ്പം എൻ്റെ ഗുരുനാഥൻ്റെ അനുമതിയോടുകൂടി കൊടുത്തപ്പോൾ മാഷാ അല്ലാഹ് അതൊരു വലിയൊരു സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പങ്കുവച്ചത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഇങ്ങനെ കുട്ടികളില്ലാത്ത അല്ലെങ്കിൽ മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. പല ആളുകളും അതിലൂടെ ഈ സ്വന്തം ലൈഫ് തകരുന്ന ആളുകളുണ്ട്. അതായത് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമാണെങ്കിൽ ഭർത്താവിനാണ് കുട്ടികളില്ലാന്നുണ്ടെങ്കിൽ ഭാര്യ പെട്ടെന്ന് ഒഴിവാക്കില്ല. ആ നേരം പെണ്ണിനാണ് ഇങ്ങനെ പ്രശ്നം എന്നുണ്ടെങ്കിൽ ചില ആണുങ്ങളൊക്കെ, എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല കേട്ടാ, ഭാര്യമാരെ ഏകപക്ഷീയമായിട്ട് ഒഴിവാക്കിയിട്ട് ലൈഫ് തകർക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്. നമുക്കങ്ങനെ കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ ഒരിക്കലും നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒഴിവാക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു വിവാഹം കഴിച്ചിട്ട് ആ ഭാര്യയെ സങ്കടപ്പെടുത്തുകയോ ചെയ്യുന്നത് എന്തല്ല അത്ര ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഒരു കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ ഒരു സ്ത്രീനെ അവിടെ നിർത്തിയിട്ട് 2ാമത് കല്യാണം കഴിക്കുന്ന ഒരു ഭർത്താവിൻ്റെ രീതിയോട് ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, യോജിക്കില്ല. ഞാൻ ആ ഒരു സ്ത്രീയുടെ മനസ്സിനൊപ്പാണ്. അല്ലെങ്കിൽ അവരെ ഒഴിവാക്കാതെ എങ്ങനെയാണെങ്കിലും കുഞ്ഞുങ്ങൾ, ഇനിയിപ്പോൾ ഒരു ഭാര്യ പറയാണ് എനിക്കൊരു കുഞ്ഞു വേണം എന്ന് നിർബന്ധം പിടിച്ചിട്ട് ഭാര്യയുടെ താല്പര്യത്തിനാണെങ്കിൽ ഓക്കെ, ഇത് ഞാൻ ഏകപക്ഷീയായ കാര്യമാണ് പറഞ്ഞത്. ഭർത്താവിൻ്റെ താല്പര്യത്തിനാണെങ്കിൽ ഒരാളെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്ത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്നുള്ളതാണ്. 2ാമതൊരു കാര്യം, നമുക്ക് അങ്ങനെ ഒരു കുഞ്ഞുങ്ങളില്ല, ചികിത്സിച്ചിട്ട് പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ നിരാശരാവണ്ട. ഞാനീ പറയുന്ന ഒരു മാർഗ്ഗം കൂടി ഒന്ന് സ്വീകരിച്ച് നോക്ക്. ഒരു പക്ഷേ ഹൈറാണെങ്കിൽ ഞങ്ങൾക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കാരണം നൽകുന്നവൻ അള്ളാഹുവാണ്, വിതരണം ചെയ്യാനേ നമുക്ക് കഴിയുള്ളൂ. ഒരു പക്ഷേ ലൈഫിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാവുകയാണെങ്കിൽ അൽഹംദുലില്ലാ അത് നമ്മുടെ ലൈഫിൽ വലിയൊരു പ്രയാസത്തിനൊരു പരിഹാരമായിട്ട് മാറും. അതുകൊണ്ട് ആ ഒരു അനുഭവം ഞാൻ പങ്കുവെക്കാൻ കാരണം, ഒരാൾക്കെങ്കിലും ഈ വീഡിയോയിൽ ഒരു ആശ്വാസം കിട്ടുകയാണെങ്കിൽ അവരുടെ പ്രാർത്ഥന അതുമാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നലെ ഞാൻ ചോദിച്ചിരുന്നു, നമ്മൾ വന്ദേ മാതരം ആരാണ് രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി എന്ന് പറയുന്ന ഒരാൾ 1875 വന്ദേ മാതരം, അദ്ദേഹത്തിൻ്റെ നോവലിൽ പറയുന്ന ഒരു ഭാഗമാണ് ആ ഒരു കവിത. അപ്പോൾ ഓക്കെ, ഞാനിന്ന് ചോദിക്കുന്ന ചോദ്യം, ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട്. ഈ ഒരു ജനുവരി, ഈ ഒരു ദിവസത്തിന് പ്രത്യേകത ഉണ്ട്. ഇന്ന് ആ പ്രത്യേകതയുടെ ഭാഗമായിട്ടാണ് ഇന്നൊരു പബ്ലിക് ഹോളിഡേ പോലും വെച്ചിട്ടുള്ളത്. എന്താണ് ഇന്നത്തെ പ്രത്യേകത എന്നുള്ളതാണ് ചോദ്യം. ആ ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.